അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ യാത്ര ചെർപ്പളശ്ശേരി അനങ്ങനടി മലയിലേക്കാണ്. അപ്പോൾ നല്ലൊരു അനുഭവം തരുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. മഴക്കാലമാണ്, നല്ലൊരു മഴ വെള്ളം കിട്ടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളെവിടെയാണ് സലീംക? നമ്മൾ അനങ്ങനടി മല ചെർപ്പളശ്ശേരി. അപ്പോൾ ഞങ്ങളൊന്ന് രാവിലെ പുറപ്പെട്ടായിരുന്നു, ഏകദേശം ഉച്ചയായപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ കയറല്ലേ? പിന്നെ ഞാനൊരു 35 വർഷം മുന്നെയാണ് ആദ്യം ഇവിടെ വന്നത്. അന്ന് ഇവിടെ എക്കോ ടൂറിസം കൊണ്ടുപോകണമെന്നില്ല. എന്തായാലും നമുക്കൊന്ന് അനുഭവിച്ചു നോക്കാം. ടിക്കറ്റ് ഇല്ലയെന്ന് വെച്ചിട്ട് ആള് കൈയും ബാക്ക് കെട്ടി നോക്കിയിട്ടുണ്ട്. അല്ല, 4 മണി കഴിഞ്ഞാലാണ് വൈക്കൽ ഉണ്ടാകുക. ഓ, അങ്ങനല്ലേ. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് ഒരാൾക്ക് 40 രൂപയാണ്. 40 രൂപക്ക് 400 മീറ്റർ പോവാ അല്ലേ? ദൂരം ഉണ്ടാവും. അല്ല, ഇതിന്റെ ഏറ്റവും മുകൾക്കുള്ള ഒരു ട്രക്കിംഗ് റൂട്ട് ഉണ്ടല്ലോ, അതിന് എത്ര രൂപ ടിക്കറ്റ് ചാർജ് വരുന്നത്? 250 4 പേർക്ക്. അപ്പോ ഞങ്ങള് എന്തായാലും എത്താൻ ഇവിടെ വൈകി, കാരണം അതുകൊണ്ട് ഞങ്ങള് ഈ ചെറിയ ഒരു ട്രക്കിംഗ് 80 ആൾക്കാരായിട്ട് ഇവിടെ വരും. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണുന്നത്? നമ്മളെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളോട് ഉണ്ടായിരുന്നു. അവർ തിരഞ്ഞെടുത്ത സമയത്താണ് 90കളിൽ നിന്നാണ് ഈ അനങ്ങന്മലയെ പറ്റി കേട്ടുള്ളത്. പക്ഷേ യാദർശികമായിട്ട് ഇവിടെ ഇപ്പോൾ എക്കോ ടൂറിസം കാര്യങ്ങളൊക്കെ ചെയ്താ. കാരണം നമ്മൾ അന്ന് വന്നതും ഇന്നത്തെ ഈ അവസ്ഥയും കൂടിയുള്ള വ്യത്യാസം എന്താ? അന്ന് എത്ര കൊല്ലം മുന്നേ വന്നത്? 35 വർഷം. അന്ന് ഇന്നും കൂടിയുള്ള വ്യത്യാസം. അന്ന് എക്കോ ടൂറിസം കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് യാത്ര വഴി സൗകര്യം ഇല്ല. അതെ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ വന്നിട്ട് ഈ സംഭവങ്ങളൊന്നുമില്ല, വെറും മല മാത്രം. അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കേരളം, തമിഴ്നാട്, കർണാടക സ്ഥലത്തുള്ള ഒരുപാട് മലകൾ നമ്മൾ കയറി ഇറങ്ങി ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ സുഹൃത്തുക്കളായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് തോന്നും. എന്തായാലും നമ്മള് ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് നമ്മളെ എല്ലാരും കൂടി കൂട്ടിട്ട് തീർച്ചയായിട്ടും വരും. അപ്പൊ ഇതൊക്കെ കാണുന്നതിനും നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഒരുപാട് വീഡിയോകൾ ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരുണ്ട്. അവരുടെ ഇതൊക്കെ നമ്മൾ ശിശുക്കളായിട്ട് ഞാനും ചെയ്തിട്ടുണ്ടൊക്കെ നിൽക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവരും അറിയണം. ഏകദേശം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കോട ഇറങ്ങുമെന്നാണ് പറഞ്ഞത് അവര്. വഴുക്കണ പറ. അതെ, വഴുക്കലുണ്ട് നല്ല. ഇവിടെ ഒരു കൊട, ഇതിനെന്താ പേര് പറയാ? കൊടക്കല്, അല്ലെങ്കിൽ കൊടക്കലിന്റെ ഉണ്ടാക്കിയ സാധനം, കോൺക്രീറ്റ് ചെയ്താണ്. കൂണ്. ഗൈസ്, അപ്പോൾ ഒരുപാട് നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഏകദേശം കുറേ പോകാനുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. സലീംക, ഇനി എത്ര പോകാനുണ്ടാവും? 1/2 കിലോമീറ്ററും കൂടി ഉണ്ടാവുമോ? ഉണ്ടാവും. അല്ല, അതിക്രമിച്ച് പോവാ. ഫാൾസ് കാണാൻ പോയപ്പോഴേ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്നു പിടിച്ചിട്ടുണ്ട്. ഞങ്ങളെ എല്ലാവരും പിടിച്ചു. 10 വർഷം മുന്നേ പിടിച്ചുകൊണ്ടിട്ട് അവിടെ നിർത്തി. 4 മാസം ഈ കാട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും അനർത്ഥങ്ങളുണ്ടോ അതിലെല്ലാം നിങ്ങളുടെ പേരിലായിരിക്കും എന്നിട്ട് എല്ലാവരെ കൊണ്ട് എഴുതി പിടിച്ചു. അപ്പോൾ ഗൈസ്, അവിടെ ഒരു നല്ലൊരു ചെയർ കാണുന്നുണ്ട്. കരിങ്കല്ലിൽ വെട്ടിയെടുത്ത ചെയറാണ് കേട്ടോ. നമുക്ക് അതിലൊന്ന് ചെന്ന് ഇരിക്കാം. ഇവിടെയൊക്കെ നല്ല ഉറവ് വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ. അത് കാരണം കൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട്. സലീംക ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ ഈ ബുള്ളറ്റിൽ 300 രൂപന്റെ പെട്രോൾ അടിച്ചു. അതെ. ഈ 300 രൂപ പോക്കറ്റിലിട്ട് ഈ അനുഭവം ഉണ്ടാവുമോ? പിന്നെ നമ്മളെ കുറച്ച് സമയവും തീർച്ചയായിട്ടും ഭക്ഷണം നമ്മൾ കഴിച്ചില്ല. അതാണ് കാര്യമായിട്ട് എല്ലാവരും കാണേണ്ടത്. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവരോട് പൈസയും ഇവരുടെ സമയമൊക്കെ കാണണം. സാമ്പത്തികമൊക്കെ വളരെ ചെറിയ സാമ്പത്തികം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് മേലാൽ മരിക്കുന്നതിന് മുൻപ് നിങ്ങളൊക്കെ ജീവിതത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടേ പോകാവൂ. അല്ലെങ്കിൽ കേൾക്കണൊക്കെ നിങ്ങൾക്ക് നഷ്ടമായി തോന്നും. ഇപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഇരിക്കണത് നല്ല മാർബിളാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ പൊതുവെ തണുപ്പാണ്, പക്ഷെ ഈ ഒരു മാർബിളിൽ ചെന്നിരുന്ന വേറൊരു തണുപ്പാണല്ലേ. നമ്മളൊക്കെ പറയുമ്പോ കരുതും
അങ്ങോട്ട് എത്താൻ എത്ര നടക്കണം, എത്ര വണ്ടി ഓടിക്കണം, എത്ര പോലെ സമയം വേണം, ഇതൊക്കെ ചിലവഴിച്ചാലേ ഇവിടെ എത്തുന്നുള്ള സത്യങ്ങൾ മനസ്സിലാക്കണം. വെറുതെ എത്തൂല. അതെ, മഴ പെയ്യാനല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യണേ. മഴതാ, അതെ, ആസ്വദിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹമായ മഴ. രാവിലെ 10 മണിക്ക് തുടങ്ങിയ മഴയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചത്. അപ്പൊ മഴ പെയ്തോ, നമ്മളിതാ ട്രക്കിംഗ് അവസാനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനി എത്ര കിലോമീറ്റർ ബാക്കിയുണ്ട്? 3 കിലോമീറ്റർ കൂടി നടക്കുക. അപ്പൊ നടന്നോളേ. യെസ്, വരെ ഭയങ്കര അഡ്വഞ്ചർ ആണെന്ന് അറിയാം. കാരണം എന്താണെന്ന് അറിയാം, പാറ ഫുള്ള് വഴുക്കാണ്. ഓരോ ചുവടും കറക്റ്റ് എന്തായാലും ഞങ്ങൾ ട്രക്കിങ്ങിന്റെ ഈ ടൈം എത്തിയപ്പോഴാണ് മഴ കിട്ടിയേട്ടാ. മഴ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. എന്താ റെസ്റ്റ് എടുക്കല്? നമുക്ക് ഇനിയും 3 കിലോമീറ്റർ നടക്കാണ്ട്. നന്നായിട്ട് ആസ്വദിക്കല്ലേ. പിന്നെ വലിയ ഡേഞ്ചറാണ്. ഏകദേശം ഇനി ആ മലേൻ്റെ മുകളിൽ എത്തണം. ഈ ട്രക്കിങ്ങിന്റെ വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം, ഒരുപാട് ട്രക്കിങ് ചെയ്തു നമ്മള്. പക്ഷെ റെസ്റ്റ് എടുത്തോളൂ. ഇതിന്റെ വലിയ പ്രത്യേകത എന്താണെന്നറിയാം, ഫുള്ള് പാറകളാണ്, നല്ല വഴുക്കലാണ് കേട്ടോ. ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ട് ഒരുപാട് തവണ വീഴാൻ പോയി. ഏതായാലും ഞങ്ങള് തമ്മിൽ കൈ കോർത്തുകൊണ്ടാണ് നടക്കുന്നത്. അതില് ഒരാള് അടി തെറ്റിയാളും ഞാൻ പഠിക്കും. അതെ, മൂപ്പര് വീഴുമ്പോ ഞാൻ പഠിക്കും, ഞാൻ വീഴുമ്പോ മൂപ്പര് പഠിക്കും. ആ ജീവിതത്തിലും അങ്ങനെ അതാണ് സൗഹൃദം. അപ്പൊ നമ്മള് ടയേർഡാവുന്ന നേരം കയറിയാലോ. നല്ല ശ്രദ്ധിച്ചാണ് നടക്കുന്നത് കേട്ടാ. ട്രക്കിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊള്ളണം അല്ലേ, മഴ കൊണ്ടുകാട് നടക്കണം. ഇത്ര കിലോമീറ്റർ നടന്നിട്ട് അതിൻ്റെ ആ ക്ഷീണമല്ലല്ലോ. നമ്മളിവിടെ ട്രക്കിങ്ങിന്റെ ഏകദേശം ഏറ്റവും മുകളിലെത്തിയപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? കൊടക്കാട് അല്ലേ? 20 നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ എന്നാ വരുന്നത് സലീംക? അതെ, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഇറങ്ങിയാണ്. വൈബാണ്, അടിപൊളിയാണ്.